ഏതൊരു പട്ടുമാ തങ്കക്കിനാവുകളാ ഹായ് ഹായ് താളത്തിൽ പാടുകയാ സംഗീതം സമാധാനത്തിനാണ്. സംഗീതം ശാന്തവുമാണ്. അങ്ങനെ പതിഞ്ഞ ശബ്ദത്തിൽ ചെവിയിൽ മൂളിപ്പാട്ടും പാടി ഒരു ഗായകൻ നമ്മുടെ ഖൽബിൽ ഇടം കണ്ടെത്തി. നിഷ്കളങ്ക സംഗീതത്തിന്റെ യുവശബ്ദം നജീം അർഷാദ്.
ഒരു സംഗീത റിയാലിറ്റി ഷോയിൽ നിന്നും വന്നതുകൊണ്ടാകാം മത്സരാർത്ഥികളുടെ മനസ്സിനൊപ്പമാണ് ഈ ഗായകൻ. അവരുടെ ചെറിയ തെറ്റുകളെ പറഞ്ഞു മനസ്സിലാക്കിയും വലിയ ശരികളെ കൂടെ പാടി പ്രോത്സാഹിപ്പിച്ചും പട്ടുറുമാലിന്റെ ഇശൽ രാത്രികളിൽ നമ്മോടൊപ്പം കൂട്ടുകൂടാൻ ഇനി നജീം അർഷാദുമുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം ഇശലീണങ്ങളുടെ താളപ്പെരുക്കത്തിൽ സ്വയം മറന്നു പാടാൻ ജഡ്ജിംഗ് പാനലിലേക്ക് നജീം അർഷാദ്. മലയാളികളുടെ പ്രിയപ്പെട്ട യുവഗായകൻ നജീം അർഷാദ് ഇനി മുതൽ പട്ടുറുമാലിൽ നമ്മുടെ ഒപ്പം കാണും. നജീം, വെൽക്കം ടു പട്ടുറുമാൽ. ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒത്തിരി ഒത്തിരി നല്ല നല്ല മനോഹരമായ പാട്ടുകളിലൂടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടിയ ഗായകനാണ് നജീം അർഷാദ്. ഇതുപോലെ തന്നെ ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് വന്നത്. അതെ, അപ്പൊ ഈ പട്ടുറുമാലിന്റെ വേദി അത്ര പുതിയതല്ല, എന്നാലും പുതിയതാണ്. കാരണം ഞാൻ ഒരിക്കൽ വന്നിട്ടുണ്ട്. കുട്ടി പട്ടുറുമാലിന്റെ ഗ്രാൻഡ് ഫിനാലിന്റെ ഒരു ഭാഗമാകാൻ എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചിരുന്നു. പിന്നെന്താ പറയണ്ട, പട്ടുറുമാൽ എന്ന് പറയുമ്പോ നമ്മുടെ മാപ്പിളപ്പാട്ട് അത്രയും ജനകീയമാക്കിയ ഒരു റിയാലിറ്റി ഷോ. ഇപ്പൊ കാരണം മറ്റു പല ചാനലുകളിലും ഇതിനെ തുടർന്ന് പല പ്രോഗ്രാംസ് വരുന്നുണ്ടെങ്കിലും പട്ടുറുമാൽ എപ്പോഴും പട്ടുറുമാൽ തന്നെയാണ്. ആ ഒരു ബ്രാൻഡ് എപ്പോഴും കൈരളി ടിവിക്ക് സ്വന്തമാണ്. അപ്പൊ അതില് അവിടെ വരാൻ സാധിച്ചതിൽ ഒരു പ്രത്യേക സന്തോഷം. പിന്നെ മുകളിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഈ ടൈറ്റാനിക്കിന്റെ ഒക്കെ ഒരു ഫീലാണ്. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ്. അപ്പോൾ ഈ ഒരു കപ്പലില് ആ ഒരു ഫീലിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ കപ്പലില് യാത്ര ചെയ്യാനായിട്ട് ഞാനും ഉണ്ട്. അപ്പം കരയ്ക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. അതെ, കരയ്ക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ആരൊക്കെ കര വരെ എത്തും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പട്ടുറുമാൽ 4ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ ഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന വളരെ മനോഹരമായ 2 റൗണ്ടുകളാണ്. അതിലെ ഒരു റൗണ്ടിനെ പറ്റിയിട്ട് നജീം അർഷാദ് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരും. അതും നജീമിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള റൗണ്ടാണ് കേട്ടോ. അതെന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഈ റൗണ്ടിന്റെ പേരാണ് ഉമ്മുൽ മെഹബൂബ. മാതൃസ്നേഹം തുളുമ്പുന്ന ഒത്തിരി ഒത്തിരി നല്ല പാട്ടുകൾ ചേർത്തിട്ടുള്ള ഒരു റൗണ്ടാണ് ഈ റൗണ്ട്. നജീമും ആ റൗണ്ടുമായിട്ട് എന്താണ് ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ, എപ്പോ നജീമിനെ കണ്ടാലും നജീമിന്റെ കൂടെ നജീമിന്റെ ഉമ്മ കാണും. എന്തായാലും ഞാൻ വരുന്നോണ്ടാണോ ഈ റൗണ്ട് ഉൾപ്പെടുത്തിയെന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും വളരെ സന്തോഷം. എന്റെ ഉമ്മയും വന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു റൗണ്ട് ഇവിടെ എനിക്ക് നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റും. എന്തായാലും നമ്മുടെ ഉമ്മയെക്കുറിച്ച് ഉള്ള ഉമ്മയുടെ സ്നേഹത്തെക്കുറിച്ചുള്ള പാട്ടുകളായിരിക്കും. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റൗണ്ട് തന്നെ ആയിരിക്കും. പട്ടുറുമാലിലെ 18 കണ്ടസ്റ്റൻസും ഉമ്മുൽ മെഹബൂബ റൗണ്ടിൽ അവരുടെ ഉമ്മമാർക്ക് വേണ്ടിയിട്ട് പാട്ടുകൾ സമർപ്പിക്കുകയാണ്. നജീമിനെ പറ്റിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നജീമിന്റെ ഉമ്മയും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഉമ്മയെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കണ്ടേ? പിന്നെ ഉമ്മ വിളിക്കൂ. ഉമ്മയെ പറ്റി എനിക്ക് 2 വാക്ക് പറയണം. വേറൊന്നുമല്ല, ഞാനിപ്പോ ഇവിടെ വന്ന് നിൽക്കാൻ തന്നെ കാരണം ഉമ്മയാണ്. കാരണം വളരെ ചെറുപ്പത്തില് ഞാന് ഉമ്മ ടീച്ചറായിരുന്നു. ഉമ്മ പഠിപ്പിച്ച സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ എല്ലാ കോമ്പറ്റീഷനിലും പങ്കെടുപ്പിക്കുമായിരുന്നു. അങ്ങനെ എന്താ പറയണ്ട, എല്ലാ ഐറ്റത്തിനും പങ്കെടുപ്പിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ചെറുപ്പത്തിലെ എന്നെ ഇതിലോട്ട് തിരിച്ച് അങ്ങനെ ഇതൊരു മെയിൻ പ്രൊഫഷനായിട്ട് എന്നിൽ ഒരു കോൺഫിഡൻസ് ഒക്കെ വരുത്തി തന്നത് ഉമ്മയും വാപ്പയാണ്. അപ്പൊ എന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം ഉമ്മയാണ്. അസ്സലാമു അലൈക്കും. വളരെ സന്തോഷമുണ്ട് എനിക്കിവിടെ വരാൻ സാധിച്ചതിൽ. പ്രത്യേകിച്ച് എൻ്റെ മോനിപ്പോൾ പറഞ്ഞത് വളരെ ശരിയാണ്. മോന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ ഭർത്താവും. പക്ഷെ ഇന്നിവിടെ വരാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തിന്. വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു സ്റ്റേജിൽ എത്തിപ്പിക്കാൻ സാധിച്ചത്. അതിന് പടച്ചവന് എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികൾക്ക് വേണ്ടിയും, ഈ ലോകത്തുള്ള എല്ലാ കുട്ടികൾക്ക് വേണ്ടിയും അവരവരുടെ ഉമ്മമാർ കഷ്ടപ്പെട്ട് തന്നെയാണ് അവരെല്ലാം ഓരോ നിലകളിൽ എത്തിയിട്ടുള്ളത്. അതിനൊരു സംശയവും വേണ്ട. പിന്നെ ഇന്നിവിടെ 18 കണ്ടസ്റ്റൻ്റ് എന്തോ ഇവിടെ മത്സരിക്കുന്നതെന്ന് അറിഞ്ഞ് അവരെല്ലാവരും ഓരോരുത്തരും അവരവരുടെ ഉമ്മയെ കുറിച്ച് പറയുന്നതും പാടുന്നതും ഒക്കെ നമുക്ക് ഈ എപ്പിസോഡിൽ കൂടെ കേൾക്കാൻ സാധിക്കും. അത് തന്നെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. അതിന് കൈരളി ടിവിയോട് എനിക്ക് എൻ്റെ എല്ലാ നന്ദിയും ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഇവിടെ കണ്ടസ്റ്റൻസ് എല്ലാം അവരുടെ ഉമ്മച്ചിക്ക് വേണ്ടി പാടുന്നുണ്ട്. ഉമ്മമാർക്ക് വേണ്ടി ഞാൻ 2 പേര് പാടണ്ടേ? ഓക്കെ. मैं कभी
बदलाता नहीं पर अंधेरे से डरता हूँ मैं माँ युद्धों में दिखलाता नहीं तेरी परवाह करता हूँ मैं माँ तुझे सब है पता है ना माँ तुझे सब है पता मेरी माँ നമ്മുടെ അടുത്ത ജഡ്ജ് മാപ്പിളപ്പാട്ട് രംഗത്തെ അതുല്യ പ്രതിഭയും പട്രുമാൽ കുടുംബത്തിലെ വളരെ വളരെ അടുത്ത ഒരു അംഗവുമായ ഫിറോസ് ബാബു സർ. പട്ടുറുമാൽ പ്രേക്ഷകർക്ക് ഒട്ടും അപരിചിതനല്ല ഈ വിധികർത്താവ്. പട്ടുറുമാൽ കുടുംബത്തിലേക്ക് ഒരു അതിഥി ഗായകനായി കടന്നുവന്ന് പടിപടിയായി ഉയർന്ന് ഒരു വിധികർത്താവിന്റെ സ്ഥാനത്തേക്ക് ഉയർന്നു നിൽക്കുന്നു ഫിറോസ് ബാബു എന്ന ഈ ഗായകൻ. മാപ്പിള ഗാനശാഖയിലെ ചെറുചലനങ്ങൾ പോലും ഫിറോസ് ബാബുവിന്റെ ശ്രദ്ധയിൽപ്പെടും. കാരണം ഈ ശാഖയെ വളരെ ഗൗരവമായി കണ്ട് പഠിക്കാനും പഠിപ്പിക്കാനും സരസമായി അവതരിപ്പിക്കാനുമുള്ള ഒരു നല്ല മനസ്സുണ്ട് ഈ ഗായകന്. അറിവും പാട്ടും അതിലുപരി സ്നേഹവും പകർന്നു തന്ന് നമ്മോടൊപ്പം വീണ്ടും ചേരുന്നു പട്രുമാലിന്റെ പ്രിയപ്പെട്ട ഫിറോസിക്ക. ജഡ്ജിംഗ് പാനലിലേക്ക് സ്വാഗതം. ഫിറോസിക്കയെ ഞാൻ പ്രത്യേകിച്ച് ക്ഷണിക്കാൻ പാടില്ല, കാരണം പട്രുമാലിന്റെ എല്ലാമാണ്. എന്നെക്കാട്ടിലും കൂടുതൽ പട്രുമാലിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഫിറോസ് ഇക്ക. ഞാൻ ക്ഷണിക്കാം, ഞാനാണ് ക്ഷണിക്കേണ്ടത്. ഞാൻ ഈ കുടുംബത്തിലെ രണ്ടുപേരും ഫിറോസിക്കയെ ഇവിടെ ക്ഷണിക്കുകയല്ല സ്വീകരിക്കുകയല്ല, പക്ഷേ എങ്കിൽ കൂടി ഒത്തിരി സന്തോഷമുണ്ട് ഈ വേദിയിൽ വീണ്ടും കാണാൻ സാധിച്ചതിൽ. ഫിറോസിക്ക നമുക്ക് വേണ്ടിയിട്ട് ഇനി അടുത്ത റൗണ്ടിനെ പറ്റിയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ചിരിച്ചും ചിരിപ്പിച്ചും എന്നാണ് ഈ റൗണ്ടിന്റെ പേര്. ഫിറോസിക്ക, ഞാൻ ഈ ഷോ കാണുന്ന സമയത്ത് എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്ന ഒരാളാണ് എന്നോട് ചോദിച്ചത്. അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അല്ലേ? കറക്റ്റ്. അപ്പോൾ ചിരിച്ചും ചിരിപ്പിച്ചും ഹാസ്യഗാനങ്ങളാണ് ഈ റൗണ്ട് യഥാർത്ഥത്തിൽ. അതായത് ചിരിച്ചു എന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, കുട്ടികൾ നമ്മളൊരു പാട്ടിൻ്റെ ഭാവം പുറത്തു കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ മുഖത്തോ ഉള്ളിലോ മനസ്സിലോ അല്ലേ ആ ഭാവം വരുത്തിയാലേ പാട്ടിൻ്റെ വരികളിലൂടെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ തമാശ പാട്ടുകൾ, ചിരിച്ചു പാടേണ്ട പാട്ടുകളാണെങ്കിൽ അവർ ചിരി ഉൾക്കൊണ്ട് പാടുക. അത് ചിരിച്ചും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ആ പാട്ട് പ്രേക്ഷകരെ കേൾപ്പിക്കുമ്പോൾ അതൊരു തമാശ ഗാനമാണെങ്കിൽ അവരെ ചിരിപ്പിക്കാൻ കഴിയണം. അപ്പോൾ നമ്മൾ ആപ്റ്റായൊരു ടൈറ്റിലാണ് ഈ റൗണ്ടിന് കൊടുത്തിരിക്കുന്നത്, ചിരിച്ചും ചിരിപ്പിച്ചും. പ്രിയപ്പെട്ട കുട്ടികൾ മനോഹരമായിട്ട് പാടും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി നമ്മുടെ മൂന്നാമത്തെ ജഡ്ജ്, മൂന്നാം ഘട്ടത്തിലും നമ്മുടെ ഒപ്പമുണ്ടായിരുന്ന, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സ്വന്തം ജിഷ നവീൻ. വെൽക്കം ടു പട്രുമാൽ ജിഷ ചേച്ചി. പട്രുമാലിന്റെ 3rd ഷെഡ്യൂളിൽ ഉണ്ടാവാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ 4th ഷെഡ്യൂളിലും ദൈവം സഹായിച്ച ഇത്രയും വലിയ ജഡ്ജസിന്റെ കൂടെ നജീമിന്റെയും ഫിറോസ് ബാബു സാറിന്റെ കൂടെയൊക്കെ ഇവിടെ വന്നിരിക്കാൻ ദൈവം തന്നാൽ വലിയ അനുഗ്രഹത്തിന് ഓർക്കുകയാണ്. മർഹബ റൗണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 4th ഷെഡ്യൂളിലെ ഒരു റൗണ്ടാണ്. അത് ഗസ്റ്റ് സിംഗേഴ്സും ജഡ്ജസും നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകളും അവർക്ക് പ്രിയപ്പെട്ട ജനപ്രിയ ഗാനങ്ങളും മറ്റുള്ള ഗാനങ്ങളും ഫേമസ് ആയിട്ടുള്ള എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ടുകൾ പാടുന്ന റൗണ്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് നജീമിനെയും ഫിറോസിക്കയും ഞാൻ ജഡ്ജസിന്റെ സീറ്റിലേക്ക് ക്ഷണിക്കുന്നു. എന്റെ സർവീസ് ഉപയോഗിച്ച് നിങ്ങൾ അവസാനമായി എപ്പോഴാണ് ഒരു SMS അയച്ചിട്ടുള്ളത്? ഇടയ്ക്ക് അയക്കാറുണ്ട്, കൂടുതലും വാട്സാപ്പും മെയിലും അല്ലേ. പോട്ടെ, ഒരു IST വിളിച്ചിട്ടപ്പോഴാ? അതിന് സ്കൈപ്പും ടാങ്കോ വൈബറൊക്കെ ഇല്ലേ ചേട്ടാ? നിങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞൂടെ?
അപ്പോൾ ടെലികോം കമ്പനി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു പ്രൈമറി വരുമാനം അവിടെ തീർന്നു. എനിക്കും പൈസ ഉണ്ടാക്കണ്ടേ, ഇതൊരു ബിസിനസ് അല്ലേ.